ഹായ് ഒരുവൻ നമ്മൾ ചിന്തിക്കുന്നത് പുറപ്പാട് 24 അധ്യായമാണ്, എക്സോഡസ് ചാപ്റ്റർ 24. അവിടെ മോശയും ദൈവവും തമ്മിൽ ഉള്ള ആ ഒരു കൂടിക്കാഴ്ച നമ്മളൊക്കെ അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവിടെ മോശയ്ക്ക് മാത്രമേ ദൈവവുമായിട്ടുള്ള ഡയറക്റ്റ് ഇൻട്രാക്ഷന് പറ്റുകയുണ്ടായിരുന്നു. ബാക്കിയുള്ള ഇസ്രായേലിലെ മുപ്പന്മാരും അഹരോനും അവർക്കൊക്കെ ദൈവത്തിൻ്റെ മോശയ്ക്ക് ഉള്ള ഒരു ആക്സസ് അവർക്കാർക്കും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ സാധാരണ ഇസ്രായേൽ ജനത്തിനും ആ ഒരു കാര്യമായിരുന്നു. അപ്പോൾ ദൈവത്തിനും ഈ മനുഷ്യർക്കും ഇടയിൽ മോശ എന്നുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു എന്ന് നമുക്കവിടെ കാണാൻ സാധിക്കും. പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു കാര്യം നമ്മൾ നോക്കുമ്പോൾ നമ്മൾക്കും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു വ്യക്തി നിൽക്കേണ്ട ആവശ്യം ഇപ്പോൾ ഉണ്ടാകുന്നു. നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ദൈവത്തിൻ്റെ പ്രാർത്ഥിക്കാൻ പറ്റും, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമുക്ക് സന്നിധി ഒന്ന് ചെല്ലുവാൻ പറ്റും. ആ ഒരു ഫ്രീഡം നമുക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് അവർക്ക് ആ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ആ ഒരു അവസ്ഥ നോക്കുമ്പോൾ എല്ലാവർക്കും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കേൾക്കാൻ പറ്റുകയുണ്ടായിരുന്നില്ല. മോശം മാത്രമായിരുന്നു ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോയിക്കൊണ്ടിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്തുമാത്രം ഭാഗ്യമുള്ളവരാണെന്ന് നമ്മളൊന്ന് സ്വയം ചിന്തിക്കേണ്ടതാണ്. കാരണം നമ്മൾ പഴയ നിയമ പുസ്തകം നമ്മൾ നോക്കുമ്പോൾ മഹാപുരോഹിതൻ താൻ അതിപരിശുദ്ധ സ്ഥലത്തിലേക്ക് താൻ വർഷത്തിൽ ഒരിക്കൽ പ്രവേശിക്കുന്നു. അപ്പോൾ കൂടി താൻ വളരെ ഭയത്തോടെയാണ് താൻ അവിടെ ആ ഒരു സന്നിധിയിലേക്ക് താൻ പ്രവേശിക്കുന്നത്. കാരണം തൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പാവമുണ്ടെങ്കിൽ താൻ അതിപരിശുദ്ധ സ്ഥലത്തിലേക്ക് കയറുമ്പോൾ തന്നെ താൻ മരിച്ചവിടെ വീഴും. അപ്പോൾ ദൈവസന്നിധിയിലേക്ക് അവർ കയറുമ്പോൾ അവർ ഭയത്തോടും വിറയലോടെയും കൂടെയായിരുന്നു അവർ കയറിക്കൊണ്ടത്. പക്ഷെ ഇപ്പോഴാണെങ്കിലോ കൃപയുടെ ആ ഒരു സമയമായതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമുക്ക് ധൈര്യത്തോടെ കയറി ചെല്ലുവാനുള്ള പ്രാഗൽഭ്യം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ എന്തുമാത്രം ഭാഗ്യമുള്ളവരാണ് നമ്മളെന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇന്നത്തെ ചിന്ത അത് നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ എന്തുമാത്രം ഭാഗ്യമുള്ളതെന്ന് റിയലൈസ് ചെയ്യാനായിട്ട് ഇന്നത്തെ ചിന്ത നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തിന് മാത്രം മാറട്ടെ.